ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന കോട്ടയിലെ എംബ്രോയ്ഡറി നല്ല മിഷൻ എംബ്രോയ്ഡറി ആയിട്ടുള്ള സൽവാർ സെറ്റാണ്. റേറ്റ് വന്നത് 1885 ആണ്. നല്ലൊരു ഡാർക്കർ ചാർട്ടിലേക്കാണ്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡാർക്കർ ചാർട്ടിലേക്കാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. നമുക്ക് നല്ലൊരു റെഡ് ഷെയ്ഡ് വരും, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡ്, പിന്നെ നല്ലൊരു ഓറഞ്ച് കളറിൽ വരുന്നുണ്ട്. നല്ല ഫൈൻ ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ് ഇതിൽ ഫുള്ളായിട്ടും ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കാണുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്, പിസ്ത ഗ്രീൻ്റെ ആ ഒരു ടോണിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നാലിൻ്റെയും കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഷെയ്ഡ് ഈ ഒരു റെഡ് കളറാണ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് തിക്കായിട്ടുള്ള ഈ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഫുള്ളി ഈ ഒരു എംബ്രോയ്ഡറി വരും. ബോട്ടം നമുക്ക് കോട്ടൺ സിൽക്കിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് സെൻറ്ററിൽ ഷിഫോൺ ആണ് ഫാബ്രിക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൽ നല്ല സീക്വൻസ് വർക്ക് കൊടുത്തേക്കുവാണ്, തിക്കായിട്ടുള്ള സീക്വൻസ് വർക്കാണ്. സൈഡിൽ ക്രോഷ്യോയുടെ ലേസ് കൊടുത്തിട്ട് സിൽക്കി കോട്ട ഫാബ്രിക്കും പിന്നെ നമുക്ക് ചെറിയൊരു ക്രോഷ്യോയുടെ ലേസുമാണ് ചെയ്യുന്നത്. 2 ടൈപ്പ് ക്രോഷ്യോ ലേസ് ഇതിൽ വരുന്നുണ്ട്. ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കാണുന്ന നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ്. ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും ബാക്ക് സൈഡ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടും ഉള്ള ഫാബ്രിക്കാണ്. കോട്ടൺ ആണെങ്കിൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. അതുപോലെ നമുക്ക് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൽവാർ സെറ്റാണ്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഈ പാറ്റേൺ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ടോണിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.